ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് വന്ന് താമസിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു വീട് എടുത്ത് ഒരു 1 BHK ഉദാഹരണം എടുക്കാം. ഒരു 1 BHK ഒരു റെൻ്റൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് 15,000 to 20,000 ആണ് റെൻ്റൽ വരുന്നത്. അവർക്ക് 23 lakh എന്ന് പറയുമ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു 2.5 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ തന്നെ 15,000 ആണ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നുള്ളൂ. ആ EMI നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പേരിലൊരു പ്രോപ്പർട്ടി ആയി, സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ആയി. നമുക്ക് ഈ ഒരു ഗ്രോത്ത് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ്. അതെന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ലുലു സൈബർ ടവർ ഇപ്പോൾ ഓപ്പണായി. അവർ പറയുന്ന അടുത്ത 2 അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് നമുക്ക് 25,000 to 30,000 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്രയും പേർക്ക് ജോലി അവിടെ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അവര് ഒറ്റയടിക്ക് 25,000 30,000 പേര് അവിടെ വന്ന് ജോലിക്ക് വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം എവിടെയുള്ള? ഇപ്പൊ തന്നെ നിലവിൽ നമുക്കൊരു 500-1000 പേർക്ക് താമസിക്കാനുള്ള, ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള റെന്റലായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു വീട് വാങ്ങിക്കാനായിട്ടോ സ്ഥലം അവിടെ ഇല്ല, ബിൽഡിങ്ങുകളില്ല. അപ്പോൾ ഭാവി ഇനിയുള്ളത് ഭയങ്കരമായിട്ട് പൊട്ടൻഷ്യലാണ്.